മുണ്ടക്കൈ ചുരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം ഇന്ന് നടക്കുകയാണ്. രാവിലെ 10 മണിക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് കുട്ടികളെ സ്വീകരിക്കും. വെള്ളാർമല GVHS മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLP സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. വെള്ളാർമല സ്കൂളിലെ 546 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 61 കുട്ടികൾക്കുമാണ് മേപ്പാടി ഗവൺമെന്റ് GHSസിലും മേപ്പാടി APJ ഹാളിലും അധിക സൗകര്യമൊരുക്കിയത്. അനൂപ് ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം. അനൂപ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മനു. അനൂപ്, അതിജീവനത്തിന്റെ മറ്റൊരു പുത്തൻ പാഠം ഇന്ന് നമ്മൾ തുറക്കുകയാണ്. ദുരന്തത്തെ അതിജീവിച്ചെത്തിയ കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് മടങ്ങി വരുന്നു. അവരെ ഒരു പ്രവേശനോത്സവത്തോടെ അവരുടെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് നമ്മൾ അവരെ സ്വീകരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അവസാന മിനിറ്റിൽ എന്താണ് ഏറ്റവും പുതുതായി പറയാനുള്ളത്? മനു, 10 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ പുനഃപ്രവേശനം അല്ലെങ്കിൽ പുനഃപ്രവേശനോത്സവം മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. അതിന് മുൻപായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സംവിധാനങ്ങളും സൂചിപ്പിച്ചതുപോലെ എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം, വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങൾ, അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, പഠിക്കാനാവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ ഇതെല്ലാം ഈ മേപ്പാടി സ്കൂളിൽ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചൂരൽമലയിലാണ്. ഇവിടേക്കാണ് വിദ്യാർത്ഥികളെ കയറ്റാനുള്ള ബസ്. ഇവിടെ നിന്നാണ് ഒരു ബസ് ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഒരു സ്റ്റുഡൻ്റ് ഉള്ളി ബസ്സും അതോടൊപ്പം ചൂരൽമലയിൽ നിന്ന് ദിനേന സർവീസ് നടത്തുന്ന ബസ്സും ഇവിടെ നിന്നാണ് പുറപ്പെടാറ്. ഇവിടെയാണ് ഇപ്പോൾ ചൂരൽമലയിലാണ് ഞാൻ നിൽക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് മറ്റൊരു ബസ്സും വിദ്യാർത്ഥികളെ സ്റ്റുഡൻറ് ഓൺലിയായി മാത്രം വിദ്യാർത്ഥികളെ ഈ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി സർവീസ് നടത്തുന്നുണ്ട്. അത് കൽപ്പറ്റയിൽ നിന്നാണ് അല്പസമയത്തിനകം ആരംഭിക്കുക. ഏതായാലും 10 മണിക്ക് തന്നെ ഈ പുനഃപ്രവേശനോത്സവം മേപ്പാടി സ്കൂളിൽ, മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. ചൂരൽമലയിലെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മുണ്ടക്കയിലെ LP സ്കൂളുമാണ് ഈ ദുരന്തത്തിൽ, ഈ മഹാദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അവിടങ്ങളിൽ പഠിക്കുന്ന 36 കുട്ടികൾ ഉൾപ്പെടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. 27 കുട്ടികളെയാണ് ഇവിടങ്ങളിൽ നിന്ന് കാണാതായത്. വലിയൊരു സങ്കടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു മാസം പിന്നിടുമ്പോൾ പറഞ്ഞതുപോലെ അതിജീവനത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക്, പുതിയ അധ്യായത്തിലേക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ കടക്കുകയാണ്. പുനരധിവാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഈ അധ്യയനത്തിൻ്റെ തുടർച്ച എന്നുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ സ്കൂളുകളിൽ ആ പഠനം അവർക്ക് തുടരാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്ററാണ് ചൂരൽമലയിൽ നിന്ന് മേപ്പാടി സ്കൂളിലേക്കുള്ളത്. ഈ പ്രദേശത്ത് ആകെ ആണ്, അല്ലെങ്കിൽ ഇതിനോട് തൊട്ട് ചേർന്ന തദ്ദേശ സ്ഥാപന പരിധികളിലാണ് ഇവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ ചൂരൽമലയ്ക്ക് തൊട്ട് സമീപത്തുള്ള നീലിക്കാപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആളുകളുണ്ട്. അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ വെള്ളാർമല സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടങ്ങളിൽ നിന്നും അതോടൊപ്പം ഈ മറ്റ് സ്ഥലങ്ങളിൽ അവർ വാടകയ്ക്ക് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെ അവിടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം എല്ലാം ഉണ്ട്. ഏതായാലും അതിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഏതാണ്ട് 541 വിദ്യാർത്ഥികളാണ്, 546 വിദ്യാർത്ഥികളാണ് ഈ വെള്ളാർമല സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നത്. 61 വിദ്യാർത്ഥികളാണ് LP സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഈ LP സ്കൂളിലെ വിദ്യാർത്ഥികളെ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് സമീപത്ത് തന്നെയാണ് APJ ഹാൾ എന്നാണ് പറയുക. ആ APJ ഹാളിലാണ് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഈ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും അതിനായി ഒരു പ്രത്യേക ബിൽഡിംഗ് തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിൻ്റെ ബോർഡ് സഹിതമാണ് ഓഫീസ് അവിടെ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ സ്കൂളിൻ്റെ പേര് നമുക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളത്. ആ സ്കൂൾ പുനഃസ്ഥാപിക്കുമ്പോൾ അതെവിടെയാണെങ്കിലും ആ പേരിൽ തന്നെ ആ സ്കൂൾ വേണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ആ സ്കൂളിൻ്റെ പേര് പോലും മാറ്റാതെയാണ് അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഏതായാലും ആ ഓഫീസിൻ്റെ പേരുൾപ്പെടെ ഇന്ന് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിൽ വൈകാരികമായ ഈ നാട്ടുകാരുടെ വൈകാരികതയെ കൂടി പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൂക്ഷ്മമായി ചെയ്തു കൊടുത്താണ് ഈ സ്കൂൾ അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിനായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ്. ഈ മേഖലയിൽ നിന്ന് ഇന്ന് സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക്, അവരുടെ രക്ഷിതാക്കൾക്ക്, അവരുടെ അധ്യാപകർക്ക് മുഴുവൻ പരിശീലനവും അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പിന്തുണ ആവശ്യമാണെങ്കിൽ, മാനസിക പിരിമുറുക്കം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉതകുന്ന നടപടികൾ കൂടി നേരത്തെ ഉറപ്പുവരുത്തിയാണ് അവരെ ഇന്ന് സ്കൂളുകളിലേക്ക്, ഈ മേപ്പാടി സ്കൂളിലേക്ക് എതിരേൽക്കുന്നത്. ഒരു പ്രത്യേക പാഠ്യ പദ്ധതിയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. SSKയുടെ നേതൃത്വത്തിൽ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ ഒരു
തയ്യാറാക്കിയ പ്രത്യേക പദ്ധതി, പ്രത്യേക മൊഡ്യൂൾ പ്രകാരമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അധ്യയനം നടക്കുക. ആദ്യത്തെ 2 വാരങ്ങളിൽ പഠന പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും, സിനിമ ക്യാമ്പ്, നാടക ക്യാമ്പ്, കവിതാ ക്യാമ്പ് എന്നിങ്ങനെയുള്ള ക്യാമ്പുകളും അതോടൊപ്പം ചില ഈ വിദ്യാർത്ഥികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഈ മാനസിക പിരിമുറുകൾ ഒഴിവാക്കാനുള്ള പദ്ധതികളെല്ലാമാണ് അല്ലെങ്കിൽ ആ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതായാലും ആ വിധത്തിലാണ് മനു ഇന്ന് ഈ വിദ്യാർത്ഥികളെ, ഇവിടെ നിന്നുള്ള 641 വിദ്യാർത്ഥികളെ ഈ മേപ്പാടി സ്കൂളിലേക്ക് അധികൃതർ എതിരേൽക്കുന്നത്. മന്ത്രിമാരെല്ലാം തന്നെ അല്പസമയത്തിനകം മേപ്പാടി സ്കൂളിലെത്തും. മന്ത്രിമാർ ഈ വിദ്യാർത്ഥികളെ എതിരേൽക്കും. അവർക്കുള്ള പാഠപുസ്തകങ്ങളും യൂണിഫോമും എല്ലാം ആ ചടങ്ങുകളിൽ വെച്ചാണ് വിവിധ മന്ത്രിമാർ വിദ്യാർത്ഥികൾക്ക് നമ്മൾ അവിടെ സഞ്ചരിച്ചപ്പോൾ അവിടെ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട്, സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളിലും യാത്രാ പാസുകൾ നൽകുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. കുഞ്ഞുകുട്ടികളുണ്ടല്ലോ, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുകുട്ടികൾ, അവരെ കൊണ്ടുവരുന്നതിനായി ജീപ്പുകളും ഓട്ടോറിക്ഷകളും അങ്ങനെയുള്ള സമാന്തര സംവിധാനങ്ങളടക്കം തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ്. അതായത് ഒരു നാടിനെ അവിടുത്തെ മനുഷ്യർ എങ്ങനെ ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു കാഴ്ച. അതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെ അതിനെ വിശേഷിപ്പിക്കും? അതെ മനു, അതായത് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ഈ കുന്നമ്പറ്റയിലൊക്കെ ഉള്ള വീട്ടുകാരുണ്ട്. അതായത് ഈ ഇവിടെ നിന്ന് മാറി അവിടേക്കാണ് താമസിക്കുക. അവർക്ക് ബസ്സിൽ എത്താൻ മേപ്പാടിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് തൊട്ട് സമീപത്തിലേക്കോ ബസ് സൗകര്യമുള്ളിടത്തേക്ക് എത്താൻ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചില ഓട്ടോറിക്ഷകളും ഒക്കെയാണ് അവിടെ നിന്ന് അവരെ ഈ സ്കൂൾ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു നാടിൻ്റെ ആകെ പിന്തുണ ഈ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ്. ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ, അവിടേക്കുള്ള ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്നാണ്. എറണാകുളത്തു നിന്നൊക്കെ ഞാൻ നേരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് അവിടെ ചില വീട്ടമ്മമാരുടെ കൂട്ടായ്മയൊക്കെയാണ്. ഈ ചെറിയ പെൻസിലും റബ്ബറും അതുപോലെയുള്ള വസ്തുക്കളെല്ലാം അവർ കളക്ട് ചെയ്തിട്ട് ഈ സ്കൂളിലേക്ക് കൊടുത്തയക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ വിധത്തിൽ ഒരു നാടിൻ്റെ ആകെ വലിയ പിന്തുണയോടുകൂടിയാണ് മനു ഇവരുടെ വിദ്യാഭ്യാസം ഇന്ന് പുനരാരംഭിക്കുന്നത്. ആ വിധത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ എല്ലാ സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. മാനസിക പിന്തുണ ലഭിക്കുന്നുണ്ട്, സൗകര്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ അധ്യയനത്തിലേക്ക് കടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ആ വിധത്തിൽ ഇന്ന് പുനഃപ്രവേശനം നടക്കുകയാണ്. അതൊരു വലിയ ഒരു ആഘോഷത്തിൻ്റെ ഒന്നും പശ്ചാത്തലത്തിലെങ്കിലും അവർക്ക് ആഹ്ലാദകരമായി സ്കൂളിലെത്താനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതുകൂടി ഉദ്ദേശിച്ചാണ് ആ വിധത്തിലൊരു പുനഃപ്രവേശനോത്സവം എന്നൊരു സങ്കല്പം സർക്കാർ ഇതിനായി തയ്യാറാക്കിയത്. ഏതായാലും അത് അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കും. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. അതിനുള്ള വലിയ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളുമാണ് മേപ്പാടിയിൽ പുരോഗമിക്കുന്നത്. അനൂപ് ഇപ്പോൾ ചൂരൽമലയിലാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് എപ്പോഴാണ് ഈ ബസ്സുകൾ പുറപ്പെടുക? അതിനൊരു സമയക്രമീകരണമൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? മനു, ഇന്ന് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ വിദ്യാർത്ഥികൾ ഈ ക്ലാസ് മുറികളും മറ്റും പരിചയപ്പെടുന്നതിനുള്ളൊരു സംവിധാനവും പിന്നെ അവരെ തിരിച്ച് വീടുകളിലേക്ക് ആക്കി കൊടുക്കുകയും മറ്റുമായിരിക്കും ആദ്യ ദിവസങ്ങളിൽ ചെയ്യുക. പ്രധാനമായും ഒരു അധ്യയനത്തിൻ്റെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് മെല്ലെ ആയിരിക്കും അവർക്ക് കടന്നു വരേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അവർക്ക് മെല്ലെ ആയിരിക്കും അതിലേക്ക് പ്രവേശിക്കാനാവുക. അതുകൊണ്ട് തന്നെ ആദ്യം ഇന്ന് ഒരു പുനഃപ്രവേശനം പൂർത്തീകരിച്ചതിന് ശേഷം അവർ വീടുകളിലേക്ക് മടക്കി അയക്കുകയായിരിക്കും ചെയ്യുക സ്വാഭാവികമായും. ഏതായാലും 8 മണിക്ക് തന്നെ ചൂരൽമലയിലേക്ക് ആദ്യ ബസ് എത്തും എന്നാണ് ഇന്നലെ KSRTC അധികൃതരോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. 8 മണിക്ക് അത് സാധാരണ ചൂരൽമലയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുണ്ട്, അതോടൊപ്പം ഒരു സ്റ്റുഡൻറ് ഒൺലി ബസ്സും ഉണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്തു കൂടി ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സുമുണ്ട്. ആ ബസ്സുകളിൽ ഒരു സൗജന്യ പാസ്സാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് KSRTCയിൽ പാസിന് പുറമെ തന്നെ സ്റ്റുഡൻറ് ഒൺലി ഒരു സർവീസ് കൂടി നടത്തുന്നുണ്ട്. അത് കൽപ്പറ്റയിൽ നിന്നും ഉണ്ട്. അതാത് പ്രദേശങ്ങളിൽ നിന്ന് ആശ്രയിക്കാവുന്ന ഈ യാത്രാമാർഗ്ഗങ്ങൾ അവർക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തായാലും 8 മണിക്ക് ചൂരൽമലയിൽ ആദ്യത്തെ ബസ് എത്തും. ഈ ബസ്സിൽ അവർക്ക് മേപ്പാടി സ്കൂൾ വരെ പോകാനുള്ള സംവിധാനം ഉണ്ടാവും. തീർച്ചയായും അനൂപാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അനൂപ്, നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഇത് അതിജീവനത്തിൻ്റെ, അങ്ങനെ സങ്കടത്തിന് മുന്നിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പകച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് അതിജീവിച്ച് കരകയറി വരണം. അതിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചയായിട്ട് ഇന്നത്തെ ഈ ദിവസം മാറട്ടെ.